റുഹാനിയത്തിന്റെ പാത ഡിബേറ്റിന്റെ പാതയല്ല. അത് ക്ഷമാപൂർവം കേൾക്കേണ്ട ഒരു പാതയാണ്. കാരണം കേട്ടുകൊണ്ട് വിലയിരുത്തേണ്ട പാതയാണ്. അള്ളാഹുവാണ് എല്ലാം ചലിപ്പിക്കേണ്ടതെങ്കിൽ അവന്റെ കയ്യിലുള്ള ഹിദായത്തെങ്കിൽ ഒരാൾ ഒന്ന് കേട്ടത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ ഒന്നും ഹിദായത്ത് മാറിപ്പോകുന്നില്ല, വഴി മാറിപ്പോകുന്നില്ല. ഈ വിശ്വാസം തുടക്കത്തിലുള്ളവർക്ക് അള്ളാഹു തആല ഹിദായത്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ അക്കീദകൾ ശരിയല്ല. പല വിഷയത്തിലും നമ്മൾ നാവ് കൊണ്ട് മൊഴിയുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ അവസ്ഥ അല്ല. നമ്മൾ ഹിദായത്ത് മറ്റുള്ളവരുടെ കൈകളിലായിട്ടാണ് നമ്മൾ കരുതുന്നത്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളും ആ മാർഗം മനസ്സിലാക്കലും വളരെ ദുഷ്കരമാണ്. അള്ളാഹു അവന്റെ ആരിഫ്യങ്ങളെ ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൂമിനീങ്ങളെയും കാഫിര്യങ്ങളെയും അല്ലെങ്കിൽ മൂമിനീങ്ങളെയും മുനാഫിക്കങ്ങളെയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് പല ഹിക്മത്തും ചെയ്യും. കാരണം മുനാഫിക്കങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി സമയം പാഴാക്കുന്നത് വളരെ ദുഷ്കരമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിൽ അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഈ രംഗത്തു നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തന്നെ പല ഹിക്മത്തും ചെയ്യും. അള്ളാഹുവിൻ്റെ ഉന്നതമായ മശായിഖന്മാർ ഈ വിഷയത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അത് നമുക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ചെന്ന വിഷയമല്ല. സൂറത്തുൽ കഹ്ഫില് മൂസാ നബി അലൈഹി സ്വലാം ഖിദ്ർ നബി അലൈഹി സ്വലാമിനെ തേടിപ്പോയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിക്ക് മുമ്പിൽ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പല വിഷയങ്ങളും കാണിച്ചു കൊടുത്ത് ഷെയ്ഖ്. അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണെങ്കിലും തർക്കമോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കൊടുക്കുന്നതിനോ മുമ്പായി അദ്ദേഹം വഴി വിടുന്നില്ല എങ്കിൽ, തിരിച്ചു പോകുന്നില്ല എങ്കിൽ അദ്ദേഹം കാബിലാണ്, അർഹനാണ് ഇത് കേൾക്കാൻ. അതല്ല, ഇത് വ്യക്തമാവുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അക്ഷമനായിക്കൊണ്ട് ഇതിനെ തെറ്റിദ്ധരിച്ച് ഇത് ഒഴിവാക്കി പോവുകയാണ് എങ്കിൽ അദ്ദേഹം അർഹതയുള്ളവനല്ല റുഹാനിയത്തിന് എന്നതിൻ്റെ പേരിലാണത്. പക്ഷേ ഒന്നുണ്ട് ആ കഥയിൽ. ഈ മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഖിദ്ർ നബി അലൈഹി സ്വലാമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇതിനുണ്ട്, അവിടെ സമ്മതമുണ്ട്. ഒരു ഷെയ്ഖിന് നമുക്ക് കിട്ടുന്ന സമയത്ത് ആ ഷെയ്ഖിനെ തന്നത് അള്ളാഹു ആണെങ്കിൽ നമുക്ക് ആ ഷെയ്ഖിനെ പരിപൂർണമായി വിശ്വസിക്കാം. അള്ളാഹു തന്നതല്ല എങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇന്നുള്ള റുഹാനിയത്തിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയ്ഖിനെ പോയി കണ്ടുമുട്ടുന്നു. ഷെയ്ഖിന്റെ മുമ്പിൽ ഒരുപാട് കാലം ഇരിക്കുന്നുണ്ട്. 10 കൊല്ലം ഇരിക്കും, ചിലര് 30 കൊല്ലം 50 കൊല്ലം കയറുന്ന ആളുകളുണ്ട്. അങ്ങനെ ആ ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയം എന്താണ്? ഷെയ്ഖിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ ഈ. അത് ശരിയാണ്. പക്ഷെ എങ്ങനെയുള്ള ഷെയ്ഖാണെന്ന് കൂടി ആലോചിക്കണം നമ്മൾ. ഷെയ്ഖ് വ്യാജനും ആവാലോ. നമ്മൾ ഈ വിഷയം പഠിക്കുന്ന സമയത്ത് ഷെയ്ഖിൽ പരിപൂർണമായ വിശ്വാസം എന്ന ഒരു മാനദണ്ഡം ഉള്ളതിന്റെ പേരിൽ ആ ഷെയ്ഖ് പറഞ്ഞ് എന്തും വിശ്വസിക്കും. അങ്ങനെയാ മുന്നോട്ട് പോകുന്നത്. അത് ഈമാനായി കാണും ചെയ്യും. അത് ഹക്കായ ഷെയ്ഖാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഹക്കല്ല എങ്കിൽ നമ്മൾ എന്തായി പോകും? വഴികേടിലാണ്. ഇത് വലിയൊരു ആപത്താണ്. കാരണം ഷെയ്ഖിന് പലതും പറയേണ്ടി വരും. മുരീദിന്റെ മുഴുവൻ അക്കീദകളും ഇരിക്കുന്ന ഷെയ്ഖിന്റെ കയ്യിലാണ്. ആ ഷെയ്ഖ് പറയുന്ന ഓരോ കാര്യത്തിലും പരിപൂർണമായ ഈമാൻ കൊണ്ടുവരാതെ മുന്നോട്ടുള്ള യാത്ര പറ്റൂല. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം, എനിക്ക് 2 തരം ഇൽമ് വിളമ്പിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പിയിട്ടുണ്ട്, രണ്ടാമത്തേത് വിളമ്പിയാൽ നിങ്ങളെന്റെ കഴുത്ത് അറുക്കപ്പെടും. എന്നാൽ കഴുത്തറുക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു തഴക്കം, അതേപോലെ ഇൽമിനോടുള്ള അടുപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനു മുമ്പായി പറയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തറുക്കപ്പെടും. ഷെയ്ഖ് മുരീദിന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മുരീദ് തന്നെ ചെയ്യാം. മുരീദിന് ദഹിക്കാത്ത കാര്യങ്ങൾ ഷെയ്ഖ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുരീദ് കഴുത്തറുക്കും. എന്തിന്റെ കഴുത്തറുക്ക? അവനവന്റെ ഈമാന്റെ കഴുത്ത്. പക്ഷെ ആ ഷെയ്ഖ് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് മുരീദിന് ആ ഈമാന്റെ കഴുത്തറുക്കാതിരിക്കാനുള്ള ഒരു പക്വത എത്തുന്നതിന് മുമ്പായി പറയാൻ പാടില്ല. ആ ഈമാന്റെ പക്വത എങ്ങനെ എത്തും? അതിനൊക്കെ ഒരു മാനദണ്ഡം വേണമല്ലോ. അല്ലാതെ ഏത് ഷെയ്ഖ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മുരീദിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചില മുരീദന്മാര് അത് ഇട്ടെറിഞ്ഞു പോകും. ചിലരെന്ത് ചെയ്യും? എന്ത് വിഡ്ഢിത്തം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും പാടില്ല. അതിനുള്ള മാനദണ്ഡം, അതിലേക്കുള്ള സൂചനയാണ് ഈ ആയത്തിനുള്ളത്. ഇത് വലിയൊരു ആയത്താണ്. കേൾക്കുന്ന സമയത്ത് ചെറിയ സംഭവമാണെങ്കിലും ചിന്തിക്കാൻ ഒരുപാട് സംഗതികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. വസ്ബിർ നഫ്സക മഹല്ലദീന എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഭാഗത്ത് നാക്കിറെ കൽബികളായ ആളുകൾ നിങ്ങൾ പിന്തുടരണം എന്ന് പറയും.
ഇത്തരം ആളുകൾ ഇതിന് കാബിലാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഷെയ്ഖ് ഈ മർത്തബ തരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൽബിനെ കൊണ്ട് അള്ളാഹു എന്നുള്ള നാം ഉച്ചരിപ്പിക്കാൻ ഇല്ല ഒരു മക്കാമിലേക്ക് മർത്തബയിലേക്ക് എത്തിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ഷെയ്ഖിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അള്ളാഹുവിന്റെ സമ്മതമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല ഖിദർ നബി അലൈഹി ഇസ്ലാമിനെ പിന്തുടരാൻ വേണ്ടി സമ്മതം കൊടുത്ത പോലെയാണ് ഈ സമ്മതം. ആ മാനദണ്ഡം കൊണ്ട് നിങ്ങൾക്ക് ഒരാള് നിങ്ങളെ ഷെയ്ഖാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിക്കുക, മുറുകെ പിടിക്കുക. റസൂലുള്ളാഹിനെ എങ്ങനെയാണ് സഹാബത്ത് പിടിച്ചത് അതുപോലെ പിടിക്കണം. അങ്ങനെ പിടിക്കുന്നതല്ല പിന്നെ വിജയമുള്ളൂ. പിന്നെ നിങ്ങളെ ഖുറാനും നിങ്ങളെ ഹദീസും എല്ലാം ആ ഷെയ്ഖായിരിക്കും. ഈ മാനദണ്ഡം പൂർത്തിയാക്കണം. ഷെയ്ഖിനെ ഇങ്ങനെ അളക്കണം. അളക്കാതെ പോയിട്ട് ഷെയ്ഖിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അബദ്ധമാണോ സുബദ്ധാന്ന് പറയാൻ പറ്റൂല. പിന്നെ ആ ഷെയ്ഖ് പറയുന്നത് എന്താണെങ്കിലും വിശ്വസിക്കണം. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. ഒരുപാട് രഹസ്യമായ ഇൽമുകളും ദീനിന്റെ ഹഖീഖത്തൊക്കെ പറയൂ. നിങ്ങൾക്ക് ചിലപ്പോൾ യോജിക്കുന്നതായിരിക്കാം, യോജിക്കാത്തതായിരിക്കാം. നിങ്ങൾ ഇന്നുവരെ വിശ്വസിച്ച കാര്യങ്ങൾക്ക് എതിരായിരിക്കാം. അങ്ങനെ പലതും സംഭവിക്കാം. കാരണം ഹഖീഖത്തിലേക്കാണ് യാത്ര, അല്ലാതെ ഭൗതികതയിലേക്കല്ല. ഇത് രണ്ട് സമുദ്രങ്ങളാണ്. ഒന്ന് ശരീഅത്താണെങ്കിൽ 2 തരീഖത്താണ്. ഒന്ന് ഉപ്പുവെള്ളമാണെങ്കിൽ 2 ശുദ്ധജലമാണ്. ഇതിനിടയിൽ ഒരു ബാരിയർ ഉണ്ട്. മർജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖും ലാ യബ്ഖിയാൻ എന്ന് പറയുന്ന ആ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കി പറയുന്നുണ്ട്. ബാഹ്യമായിട്ട് ശുദ്ധജലാകും അതേപോലെ തന്നെ ഉപ്പ് തടാകം ആണെങ്കിൽ ആന്തരികമായിട്ട് 2 തരം മേഖലകളാണ്, 2 തരം ഇൽമാണ്. ഒരു ഇൽമിൽ നിന്ന് മറ്റേ ഇൽമിലേക്ക് പോകുന്ന തീരെ യോജിപ്പില്ലാത്ത 2 മേഖലകളാണ്. ആ യോജിപ്പ് ഉണ്ടതാണ്. പക്ഷെ യോജിപ്പ് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ആ മുന്നോട്ട് പോകാനുള്ള അർഹത ഇല്ലാത്തവർക്ക് ഇതിന് സാധ്യമല്ല. ഇതിൽ ബുദ്ധിയുള്ള ആരെങ്കിലും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്തുടരുന്നത് ദാഖിലെ കൽബികളായിരിക്കണം. അതായിരിക്കണം നിങ്ങളെ ഷെയ്ഖിന്റെ യോഗ്യത എന്ന് മനസ്സിലാക്കുക. അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പഠിച്ച ബിരുദധാരികളെയാണ് പിന്തുടരുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് തെളിവില്ല. ഇനി അതല്ല, അത് തെളിവായി ഉദ്ധരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഹഖീഖത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്യണം. ഈ ആയത്തിന് ഇതല്ല അർത്ഥം എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ അർത്ഥം ഫിറ്റാക്കി നോക്കണം നിങ്ങളെ ഉസ്താദിന്റെ വിഷയത്തിൽ. എന്നിട്ട് ആ അർത്ഥം നിങ്ങൾ മറ്റൊരാൾ ഉസ്താദിന്റെ വിഷയത്തിലും ഫിറ്റാക്കി നോക്കണം. നിങ്ങൾ സുന്നികളാണെങ്കിൽ മുജാഹിദീങ്ങളെ ഉസ്താദ് ഫിറ്റാക്കി നോക്കണം. എല്ലാവരിലും ഫിറ്റാക്കി നോക്കി എല്ലാവരിലും ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഇതെന്തല്ല, അടയാളമല്ല. അള്ളാഹു ആ പറഞ്ഞ വിഷയം സഹായത്തിനായി ഇറക്കിയ ആയത്ത് സഹായമായി തീർന്നില്ല എന്ന് പറയേണ്ടി വരും. യൗദുബില്ലാ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ തെറ്റിദ്ധരിക്കണം. അള്ളാഹുവിലേക്ക് നിങ്ങൾ അള്ളാഹുവിന് യോജിക്കാത്ത കാര്യങ്ങൾ ചാർത്തണം. നിങ്ങൾക്ക് മനസ്സിലാകില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ അന്വേഷിക്കലാണ് ആവശ്യം. അള്ളാഹുവിന്റെ ഖുർആനിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഈ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയതാണ്, ഉള്ളതല്ല. കാരണം ഖുർആന് 73 തരത്തിൽ തഫ്സീർ വരണം എന്നുണ്ടെങ്കിൽ 73 ഫിർഖ ഉണ്ടെങ്കിൽ അവരൊക്കെ ഖുർആൻ ഓതുന്നുണ്ടല്ലോ. ആ ഖുർആന് 73 തരത്തിൽ മനസ്സിലാക്കിയതാണല്ലോ 73 അക്കീദ ഉണ്ടാവാൻ കാരണം. അതിന്റെയൊക്കെ കാരണം ദാഖിലെ കൽബികളല്ലാത്തവര് ഇതിന് പരിശ്രമിച്ചതാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, അനുഗ്രഹം വരാൻ തുടങ്ങും. അത് നമുക്ക് ഹിദായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ പിടിച്ചവര്, ശക്തമായി പിടിച്ചവർ അവരാണ്. അതല്ല നമ്മൾ അത് പിടിക്കുന്നില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞ പോലെ അവസാന നാളിൽ ഖുർആന് കടലാസ് പോലെ ചുരുട്ടി വലിച്ചെറിയുന്ന കൂട്ടത്തിൽ നമ്മൾ അകപ്പെടും. ഖുർആൻ എറിയുന്നില്ല, ഖുർആന്റെ തഫ്സീർ നമ്മൾ കൈ പിടിച്ചുകൊണ്ട് ഖുർആൻ എറിയുന്ന പോലെ തന്നെയാണത്. നമ്മൾ ഹഖീഖത്ത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊരു ഭാവന നമ്മളെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊണ്ട് ശൈത്താൻ നമ്മളെ വഞ്ചിക്കണം. നിങ്ങൾ ഖുർആന്റെ അഹ്ലുകാരല്ലേ, നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ യോഗ്യത, നിങ്ങൾ ആലിമ്യങ്ങളെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇത് പിടിപ്പിക്കണം. ഇതിലൊരു വഞ്ചന കിടക്കുന്നുണ്ട്. ആ വഞ്ചന നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതല്ല നമ്മളല്ല അവസാന കാലക്കാര് എന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ ഖിയാമത്ത് വരാ എന്ന് ചിന്തിക്കുന്നവര് ആ കാലഘട്ടത്തിലുള്ള എങ്ങനെ ചിന്തിക്കും? അവർ പിന്നെ തന്നെ ചിന്തിക്കുള്ളൂ. അവരെ ആ കാലഘട്ടത്തിലുള്ള മൂല്യക്കന്മാർ അവരെന്ത് ചെയ്യും, സ്ട്രിക്റ്റ് ആയിട്ട് പിടിക്കും. അവർ ചിന്തിക്കും ഞങ്ങൾ ഹഖീഖത്തിലാണെന്നുള്ളത്. ഓരോ കക്ഷിയും ചിന്തിക്കുന്ന വിഷയം തന്നെയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമാനായ ആള് ഇതിൽ നിന്നും എങ്ങനെ രക്ഷ തേടാം, ഇതിൽ ഏത് ഫിർഖയാണ് ശരിക്കും ഹക്ക് എന്നത് അന്വേഷിക്കാത്തവ മണ്ടനാണെന്ന് പറയാൻ പറ്റും. കാരണം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ്.
നമ്മളെ മുമ്പിലേക്ക് നമ്മളെ ബാപ്പ ആരാന്ന് അറിയുന്നെങ്കിൽ മൂന്നാള് ബാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുക നിർബന്ധമാണ്. അതല്ല ഒരു ബാപ്പയേ ഉള്ളൂ വരുന്നെങ്കിൽ നമുക്ക് സംശയമില്ല, പിടിക്കാം. കാരണം മറ്റൊന്ന് വരുന്നില്ലല്ലോ. അതല്ല മൂന്നാളുകൾ വാദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ചർച്ച നിർബന്ധമാവും. ശരിക്കൊരു അനുഗ്രഹമാണ്. 73 ഫിർക്കാവുന്ന സമയത്ത് ഒരു മനുഷ്യർ അന്വേഷണം ഉണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷെ മനുഷ്യൻ അന്വേഷിക്കുന്നില്ല. കാരണം ശൈത്താന്റെ കരങ്ങൾ പിന്നിലുണ്ട്. അതേപോലെ പല കഥകളും നമ്മളെ ഖുർആനിൽ റിപ്പീറ്റായി പറയുന്ന പല കഥകളും ഇബ്ലീസിന്റെ ആദം നബി അലൈഹി സ്വലാമിന്റെ കഥയിലും ഇബ്ലീസിന്റെ ആരാധന കൊണ്ടോ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നുള്ള പദവി കൊണ്ടോ ഒന്നും ഇബ്ലീസ് അല്ലാതാവുന്നില്ല. ആദം നബി അലൈഹി സ്വലാമിന്റെ മണ്ണ് ശരീരം, മൺകൂട്, അത് തീയുടെ മുമ്പിൽ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ നിസാരാണ്. എങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അള്ളാഹുവിന്റെ അസ്മത്ത് കിടക്കുന്ന അതിനുള്ളിലാണ്. നമ്മൾ നോക്കുന്ന കാണുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കണ്ടുപോണ്ട എന്നുള്ള ഒരു മെസ്സേജാണ് അതിലുള്ളത്. മൺകൂടിലേക്ക് നിങ്ങളെ മണ്ണ് പോണ്ട, ഇബ്ലീസിന്റെ തീയിലേക്കും കണ്ടുപോണ്ട, ഇബ്ലീസിന്റെ അസ്മത്തിലേക്ക് കണ്ടുപോണ്ട, ഇബ്ലീസിന്റെ ഷെയ്ഖിന്റെ പദവിയിലേക്ക് കണ്ടുപോണ്ട, ഇബ്ലീസിന്റെ ആരാധനയിലേക്ക് കണ്ടുപോണ്ട എന്നുള്ള മെസ്സേജാണ് അതിലുള്ളത്. അല്ലാഹു തആല മഹത്വം നിക്ഷേപിക്കുന്നത് നിസ്സാരമായ മൺകൂടിലായേക്കാം. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മൈൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത് എളുപ്പമായിരിക്കും. ഇമാം മഹ്ദി അലൈഹി ഇസ്ലാം വരുന്ന സമയത്ത് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കും, മനസ്സിലാകാത്തവരും ഉണ്ടായിരിക്കും. ദജ്ജാലിനെ മനസ്സിലാകുന്നവരുണ്ടായിരിക്കും, മനസ്സിലാകാത്തവരുണ്ടായിരിക്കും. വലിയൊരു ഫിത്നയുടെ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഇത്രയും വാണിംഗ് തന്നതിന്റെ പേരിലാണ് നിസ്കാരത്തില് ഓരോ നിസ്കാരത്തിലും ഇത് മസ്റ്റായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയത്. മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദുആയും ഒരു നാവ് കൊണ്ട് മാത്രം നമ്മൾ ചെയ്തതുകൊണ്ട് ഫലമില്ല. ഹഖീഖത്തായ രീതിയിൽ ഹക്കിന്റെ രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ട്. ഇതാണ് ദീനിന്റെ നിലപാട്, അള്ളാഹിന്റെ നിലപാട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മശായിഖ്മാരുടെ നിലപാട്. പിന്നെ നമ്മള് ക്ലാസ്സുകളിൽ ഇത്രയും വിഷയങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വസ്വാസം ഉണ്ടാവുന്നെങ്കിൽ, നിങ്ങൾക്ക് ലെഫ്റ്റ് അടിച്ച് പോകണമെങ്കിൽ ഈ സമയം ലെഫ്റ്റ് അടിച്ച് പോകാം. അതല്ല നിങ്ങൾക്കിത് തുടരണമെന്നുണ്ടെങ്കിൽ തുടർന്നു പോവാം. തുടർന്നു പോകുന്നവരിൽ എല്ലാവരും ഞങ്ങൾ മുഅ്മിനീങ്ങളാവും എന്നൊന്നും പറയുന്നില്ല. അതും പല കൂട്ടക്കാരുണ്ടാവും. ഓരോ സ്റ്റേജിലൂടെയും ഓരോ ഇൽമിലൂടെയും നമ്മൾ കടന്നു പോകും. ലെഫ്റ്റ് അടിച്ച് പോകുന്നവരും നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ മെസ്സേജ് ഞങ്ങൾ അതിന്റെ വഴി ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മളെ ബന്ധം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിലല്ല, ഞങ്ങളെ എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിലാണ്.